നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജെയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലത് കൈകൊണ്ടാണ് അദ്ദേഹം വെടിയുതിർത്തിരിക്കുന്നത് എന്നാണ് വിവരം. നെഞ്ചിന്റെ ഇടത് ഭാഗത്താണ് വെടിയുതിർത്തത്. ഇടത് ഭാഗത്തെ വാരിയല്, അതായത് അഞ്ചാമത്തെ വാരിയല് തുളച്ചു കയറി ബുള്ളറ്റ് അകത്തേക്ക് കയറി ഹൃദയത്തിൽ തറയ്ക്കുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയത് തന്നെയാണ് മരണകാരണമെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം രാവിലെയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു. ആദ്യം കേട്ടത് ഒരു 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങും എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, രാവിലെ 7:30 തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളമാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അതിന്റെ എല്ലാ വശങ്ങളും ഡോക്ടർമാർ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത ബുള്ളറ്റ് ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും മൃതദേഹം നാളെ മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. ബനാർഘട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ഒരു മരണത്തിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. ഇത് മാത്രമല്ല, റോയിയുടെ സഹോദരൻ ബാബു സിജെയും രംഗത്തെത്തിയിട്ടുണ്ട്. കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണം ആത്മഹത്യ തന്നെയാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ ബാലിസ്റ്റിക് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇതിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. റോയിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേരം വരെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഒരു ഉദ്യോഗസ്ഥരും രംഗത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ, അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. റോയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടില്ല. സിജെ റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നിയമപരമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. 2 മാസമായി നടക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് ഇന്നലെയും ഉണ്ടായതെന്നും റോയിക്ക് മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്നും അന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക വിശദീകരണ കുറിപ്പ് പുറത്തിറക്കാനാണ് IT വകുപ്പിന്റെ ആലോചന. അതേസമയം കടുത്ത സമ്മർദ്ദവും മാനസിക പ്രയാസവും ഉണ്ടായി എന്ന് തന്നെ ആവർത്തിക്കുകയാണ് കുടുംബം ഇപ്പോൾ. അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളൊന്നുമല്ല റോയ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരോട് ചോദിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു രീതി, ഒരു പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാകും. ഇതിലും വലിയ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധികൾ താണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയതും ഈ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതുമൊക്കെ. പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് ഉടനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കൃത്യമായി കടുത്ത മാനസിക സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കുറെ ദിവസങ്ങളായി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിലും റോയിയുടെ വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡ് നടത്തിയിരുന്നു. മാനസികമായി ഇതെല്ലാം അദ്ദേഹത്തെ തളർത്തിയിരുന്നു. ദുബായിൽ തന്റെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു നീക്കത്തിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായും തകർത്തുവെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ നിരാശനായിട്ടാണ് കാണപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, അദ്ദേഹത്തോടൊപ്പമുള്ള ജീവനക്കാരും പറയുന്നുണ്ട്. റോയിയുടെ വിയോഗത്തിൽ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ സിജെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. സംരംഭക രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ബംഗളൂരുവിലെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയെന്ന വാർത്ത അതീവ ഗൗരവതരമാണ്. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിൽ ഇടപെടാനും അന്വേഷണം നടത്താനും കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട്.
അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ CJ റോയിയെ പോലെ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള വലിയൊരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യവസായിക്ക് ഇത്തരമൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷണങ്ങളുടെ പേരിൽ അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളോ മറ്റ് അസ്വാഭാവികമായ നടപടികളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ജുഡീഷ്യറി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ് അഭികാമ്യം. CJ റോയിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. റോയിയുടെ ആത്മഹത്യയെ തുടർന്ന് ഇപ്പോൾ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയാണ് പോലീസ്. കോൺഫിഡന്റ് പെന്റഗൺ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് റോയി ആത്മഹത്യ ചെയ്തത്. സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. FSL ലാബ് ഉദ്യോഗസ്ഥരും അശോക് നഗർ പോലീസും സ്ഥലത്ത് വിശദമായി പരിശോധന നടത്തി. വെടിയുതിർത്ത തോക്ക് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസുകളിൽ നടത്തിയത് റെയ്ഡ് തന്നെയാണെന്ന് ആദായ നികുതി വകുപ്പ് ഇതിനിടയിൽ വീണ്ടും സ്ഥിരീകരിക്കുകയാണ്. ആവർത്തിച്ച് ഉദ്യോഗസ്ഥർ പറയുകയാണ്. കെട്ടിടത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്കുകളും എല്ലാം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോയി ആത്മഹത്യ ചെയ്തു എന്ന വിവരം ജീവനക്കാരാണ് ആദ്യം അറിയിച്ചത്. വെടിയുതിർത്ത ശബ്ദം കേട്ട് IT ഉദ്യോഗസ്ഥരെ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരിൽ നിന്നും വിശദമായി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. റോയിയുടെ മൃതദേഹം നാരായണ ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതും. ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ, ബിസിനസ് രംഗത്തെ ബന്ധങ്ങൾ എന്നിവ പരിശോധിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധനയ്ക്ക് വിധേയമാക്കും. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചേക്കും എന്ന പ്രതീക്ഷയിൽ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നാരായണ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പക്ഷേ പിന്നീടത് ബൗറിംഗ് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുകയായിരുന്നു. മൃതദേഹം ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. റെയ്ഡിനിടയിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ വരുമാന ഉറവിടങ്ങളെക്കാൾ കൂടിയ തോതിലാണെന്ന് കണ്ടെത്തിയെന്നും ഇതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കമ്പനിയുടെ ചില രേഖകൾ പരിശോധിച്ചതിലും ഇദ്ദേഹം സമ്മർദ്ദത്തിലായി എന്നാണ് വിവരങ്ങൾ. ഇതിന്റെ കൂടുതൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളുടെ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട റെയ്ഡാണ് നടത്തി വന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഡിസംബർ 28-നാണ് ആദ്യ റെയ്ഡ് നടത്തിയത്. ജനുവരി 22-ന് വീണ്ടും എത്തി റെയ്ഡ് തുടരുകയും ഓഫീസ് മുറി മുദ്ര വയ്ക്കുകയും ചെയ്തിരുന്നു. 3 ദിവസം മുൻപ് വീണ്ടും എത്തുകയും രേഖകൾ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിനിടെ നിരവധി തവണ റോയി ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു. അതായത് ഒരുപാട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മാറി മാറി ചോദ്യം ചെയ്തിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. തൻ്റെ ബിസിനസ്സിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്കും അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ. മാനസിക സമ്മർദ്ദം തന്നെയാണ്, അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കളും പറയുന്നത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടെ റോയി ചെറിയൊരു ഇടവേള ചോദിച്ചതായും ഇതിന് പിന്നാലെയാണ് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് മരിച്ചതെന്നും ശിവകുമാറിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. സത്യം കണ്ടെത്തുന്നതിന് ഞങ്ങൾ ഒരു ഉന്നതതല അന്വേഷണം നടത്തും. കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരാണ് ഇവിടെ വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്നു. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം നല്ലൊരു വ്യവസായിയാണ്. ഡൽഹിയിൽ നിന്നും ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം സർക്കാർ സത്യം പുറത്തുവിടുമെന്നും DK ശിവകുമാറിന്റെ ഓഫീസ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കേസിലെ പ്രാഥമിക വിവരങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അക്ഷയ് മച്ചീന്ദ്ര ഹാക്കായി വിശദീകരിച്ചിരുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3-നും 3:30-ക്കും ഇടയിലായിരുന്നു സംഭവം. വെടിവെച്ച് മരിച്ചതായിട്ടാണ് പ്രഥമ ദൃഷ്ട്യാ ലഭ്യമായ വിവരം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഫോറൻസിക് സയൻസ് വിദഗ്ധരും സീൻ ഓഫ് ക്രൈം ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി റോയിയുടെ സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങുകയായിരുന്നു. അശോക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നതെന്നും ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമന്ത് കുമാർ സിംഗ് പ്രതികരിച്ചു. വെടിവെച്ച ഉടൻ തന്നെ റോയിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്.
റോയിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് കുടുംബാംഗങ്ങളെ കാണുന്നത്. ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങി വരും. മുൻപും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ റോയിയുടെ ഓഫീസുകളിൽ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു രീതിയൊന്നും റോയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ മാനസികമായി ബുദ്ധിമുട്ടിച്ച കാര്യം എന്താണ് തുടങ്ങിയ എല്ലാ വിശദമായ വശങ്ങളിലേക്കും അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. IT വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ റോയിക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ IT ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ IT യൂണിറ്റാണ് അന്വേഷണം നടത്തിയതും റെയ്ഡ് നടത്തിയതും ഒക്കെ. റോയിയുടെ അസ്വാഭാവിക മരണത്തിന് ശേഷവും ഇതേക്കുറിച്ച് വ്യക്തമായി പക്ഷേ ഒന്ന് പ്രതികരിക്കാൻ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതും ചില സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളെ IT വകുപ്പ് സംശയത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ ഒരു വമ്പൻ പാർട്ടിയൊക്കെ റോയി നടത്തിയിരുന്നു. ഇതിലെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചില സംശയത്തിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ തുടരെ അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡും അതുപോലെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നീക്കവും ഒക്കെ ഉണ്ടായത്. റോയിക്ക് മാനസിക സമ്മർദ്ദങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് IT വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുമ്പോഴും അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ കുടുംബം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും IT ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഓഫീസിൽ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചുവെന്നും അദ്ദേഹത്തിന്റെ ലോയറെ ഒന്ന് ബന്ധപ്പെടാൻ പോലും അനുവദിച്ചില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. കർണാടക സർക്കാരും അദ്ദേഹത്തിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. കർണാടക സർക്കാർ വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര അന്വേഷണ സംഘത്തിന് നേരെയാണ്. ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ഒരു നീക്കം ഏതൊക്കെയോ കോണിൽ നിന്ന് നടന്നു എന്നാണ് കർണാടക ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.